ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. കുരങ്ങ് ശല്യം കാരണം നാട്ടിലെ കൃഷിക്കാർ മുഴുവൻ മറ്റ് ഉപജീവന മാർഗം തേടേണ്ട അവസ്ഥയിലാണെന്ന് വാർഡ് കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത്. കൃഷി ഉപജീവനമാക്കി ജീവിച്ചു പോന്നിരുന്ന ചീനിക്കപ്പറമ്പ് പ്രദേശത്തെ ജനങ്ങൾ ഇന്ന് കൃഷി ചെയ്യുന്നത് മുഴുവൻ കുരങ്ങന്മാർക്ക് വേണ്ടി ആണെന്നുള്ള അവസ്ഥയാണ് നിലവിലെന്ന് വാർഡ് കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത്. കൃഷി ചെയ്താൽ കൃഷിക്കാർക്കൊന്നും ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ താല്പര്യം കുറഞ്ഞ അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം കുരങ്ങ് ശല്യം കുറയ്ക്കാൻ കഴിഞ്ഞതിൽ വലിയ മാറ്റം ഈ പ്രദേശത്തിന് ഉണ്ടാവുമെന്നും മുഹമ്മദ് അലി നാലകത്ത് പറയുന്നു. കൃഷിയിൽ നിന്ന് ഒരു പൈസ പോലും ഈ പ്രദേശത്തെ കർഷകർക്ക് കിട്ടാത്തൊരവസ്ഥയാണല്ലോ. തെങ്ങിൽ നിന്നായാലും ശരി, മറ്റ് വിളകളിൽ നിന്നായാലും ശരി, എന്തൊരു സാധനമാണോ ഒരു സാധനവും കുരങ്ങിൽ നിന്ന് കർഷകർക്കും ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കുരങ്ങിൻ്റെ ശല്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റമാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അക്കാലത്തൊക്കെ പഴയ കാലങ്ങളിലൊക്കെ കൃഷി കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ കൃഷി കൊണ്ട് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞ കുരങ്ങന്മാരാണ്. കുരങ്ങന്മാരെ പുലർത്താൻ വേണ്ടി ഈ തെങ്ങായാലും മറ്റുള്ള കൃഷിയാണെങ്കിലും കർഷകർ ചെയ്യേണ്ടി വരുന്നു. കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും വഴി തേടേണ്ട ഒരവസ്ഥയാണ് നിലവിൽ. ഫോറസ്റ്റ് അതിർത്തിയിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള വഴി തേടണമെന്നും DFOക്ക് പരാതി നൽകിയിരുന്നു. എങ്കിലും അവരുടെ പരിശോധനയ്ക്ക് അപ്പുറം മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പരാതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് വന്ന് പരിശോധിച്ച് പോവുക എന്നുള്ളത്, അതിൻ്റെ അപ്പുറം അതിലൊന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫോറസ്റ്റിൻ്റെ അതിർത്തികളിൽ നിന്ന് വന്യജീവികൾ നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ ശാശ്വത പരിഹാരം. അതല്ലാതെ ഇതൊക്കെ മറ്റെന്തെങ്കിലും കുറച്ച് കുരങ്ങന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പന്നികളെ വെടി വെച്ചത് കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല. ശരിയായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത്.